ഹായ് ഫ്രണ്ട്സ്, വരുൺ രാധിക പുതിയ എപ്പിസോഡില് വൈദ്യരെടുത്ത് വരുൺ ചോദിക്കാണ്, വൈദ്യരെ ഒന്നും തോന്നരുത്, ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. അങ്ങക്ക് എന്താ തോന്നുന്നത്? വൈദ്യര് പറയും, ഇതിപ്പോ കാലപ്പഴക്കമുള്ള ഒരു അസുഖമാണ്. ഈ ഇരിപ്പ് തുടങ്ങിയ കാലം മുതൽ ശരീരത്തിലെ നാഡീനരമ്പുകൾ അതിനോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ അതിനെ ഉണർത്താനും പഴയ താളത്തിലെത്തിക്കാനും കഴിയണം. അതിനുശേഷമാണ് മാറ്റങ്ങൾ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുക. അച്ഛൻ പറയും, പത്മിനി ചായ എടുക്കൂ. ശേഷം തിരുമേനിയെ കൂട്ടി അവിടുന്ന് പോവാണ്. സൂര്യയും വരുണും അതുപോലെ കൽപ്പനയും രാധികയുള്ളത്. വരുൺ പറയും, ഞാനങ്ങനെ വൈദ്യരോട് ചോദിച്ചെന്നേ ഉള്ളൂ. അത് കേട്ട് കോൺഫിഡൻസ് ഒന്നും കളയാതെ നിൽക്കണ്ട, നമ്മളിത് തിരിച്ചു പിടിക്കുന്നേ എന്ന് പറഞ്ഞ് വരുൺ പോവാ. ശരിയാണെന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് രാധികയും ശേഷം കൽപ്പന സൂര്യയുടെ അടുത്ത് ഇരുന്നിട്ട്, സൂര്യ ഇങ്ങനെ മുഖം തിരിക്കുന്നുണ്ട്. ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. എന്റെ മനസ്സിൽ ഒരു നിമിഷത്തിൽ തോന്നിയ തെറ്റ് ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇനി എന്റെ മനസ്സിൽ സൂര്യ മാത്രമേ ഉണ്ടാവൂ. സൂര്യ നോക്കിക്കോളൂ, സൂര്യക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എനിക്ക് എന്റെ പഴയ സൂര്യയെ തിരിച്ചു വേണം. സൂര്യ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കും. ശേഷം പതിയെ കൽപ്പനയുടെ കൈകൾ പിടിക്കണേ. ഓക്കെ, എനിക്ക് വേണ്ടി വലിയ ത്യാഗം സഹിച്ച ഒരാളുടെ ചെറിയൊരു തെറ്റ് ഞാൻ സഹിച്ചല്ലേ പറ്റൂ. കൽപ്പന കരഞ്ഞോണ്ട് പറയും, താങ്ക് യു സൂര്യ, താങ്ക്സ് എന്ന് പറഞ്ഞ് കൈകളും മുറുകെ പിടിക്കും. അപ്പൊ സൂര്യ ഇങ്ങനെ തലോടിക്കൊണ്ട് തോളത്ത് കൈവയ്ക്ക. ഈ കാഴ്ച കണ്ടുകൊണ്ട് രാധികയും മുത്തശ്ശിയും വരും. അവർക്ക് ഭയങ്കര സന്തോഷാവും. രാധിക മോളെ, നിന്നോട് ഈ കുടുംബം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശേരും കണ്ടത് കൽപ്പനയുടെ ഈ മാറ്റത്തിനും സൂര്യയുടെ ഈ സന്തോഷത്തിനും കാരണം നീയാണ് എന്ന് പറഞ്ഞ ശേഷം അവരവിടുന്ന് പോകും. അത് കുറച്ചു സമയം നോക്കി നിന്നിട്ട് കൽപ്പന ഇങ്ങനെ സൂര്യയുടെ കൈ പിടിച്ച് മുറുകെ പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഗൗതമത്തിനാണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞ് വല്ലാത്ത ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഉണ്ടാവും കൽപ്പന അതുവഴി പോകുന്നേ. കൽപ്പന അങ്ങോട്ട് വരും. എന്താ? ഗൗതം ചോദിക്കും, എന്താ ഇത്രയ്ക്ക് വലിയ തിരക്ക്? സൂര്യയുടെ ചികിത്സ തുടങ്ങല്ലേ, അതിന്റെ ഓരോ തിരക്കാ. ഗൗതം പറയും, ആ വൈദ്യര് വലിയ ഏതോ ആളാണെന്ന് പറയുന്നുണ്ടല്ലോ, ശരിയാണോ? കൽപ്പന പറയും, അതെ, അങ്ങനെയാ പറഞ്ഞത്. ഗൗതം പറയും, എന്ന് വെച്ചാൽ ഏട്ടന് കുറെ നാൾ കഴിയുമ്പോ എഴുന്നേറ്റ് നടക്കാം, പതിയെ ജീവിതത്തിലേക്ക് വരാം അല്ലേ? അപ്പോ എന്റെ സ്ഥാനം എന്തായിരിക്കും? കൽപ്പന. ഗൗതം പറയും, ഏട്ടന്റെ കാൽക്കിലിരുന്ന് പറയുന്നതെല്ലാം ഞാൻ കേട്ടു, എല്ലാം മറക്കാൻ തീരുമാനിച്ചല്ലേ? കൽപ്പന പറയും, അല്ല, കണിമംഗലത്തിന്റെ സ്വത്തുക്കൾ നേടിയെടുക്കണം, ഞാനും നീയും പങ്കുവെച്ച സ്വപ്നം പൂർത്തീകരിക്കാൻ. ഗൗതം പറയും, എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. കൽപ്പന പറയും, കേൾക്കുമ്പോ വിഡ്ഢിത്തം പോലെ നിനക്ക് തോന്നും. സൂര്യ എഴുന്നേറ്റ് നടക്കുന്ന 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ സൂര്യക്ക് വേണ്ടി എന്തും ചെയ്യുന്നേ അവരെ എനിക്ക് വിശ്വസിപ്പിച്ചേ പറ്റൂ. ഗൗതം, നാളെ ഒരു സുപ്രഭാതത്തിലെ സൂര്യ പഴയതുപോലെ എഴുന്നേറ്റ് വന്നാലും ആ മനുഷ്യനെ സഹിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഞാൻ നിന്നോട് അടുത്തു പോയി. ഗൗതം പറയും, വാക്കുമാറ്റി പറയാനേ ഒരു പെണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഞാൻ കരുതുന്നില്ല. പക്ഷെ കൽപ്പന അങ്ങനത്തെ ഒരു പെണ്ണല്ല. കണിമംഗലത്തിന്റെ സ്വത്ത് ഒട്ടും വീതം വെക്കാതെ എന്റെ പേരിൽ കിട്ടണം. അതിനുള്ള തന്ത്രം തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ജീവിച്ചു തുടങ്ങണം, നമ്മുടെ സ്വപ്നങ്ങൾ പോലെ, രാജാക്കന്മാരെ പോലെ. എന്നെ ഒന്ന് വിശ്വസിക്കുക ഗൗതം. ഗൗതം പറയും, തൽക്കാലം ഞാൻ വിശ്വസിക്കാം, അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എനിക്ക് പ്രതീക്ഷകൾ തന്ന് എന്നെ ചതിച്ചാൽ 2 കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. കൽപ്പന ചിരിച്ചുകൊണ്ട് പറയും, എന്തായാലും അതിനിടെ ഉണ്ടാവില്ല. ഈ കൽപ്പനയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഗൗതത്തോട് പറഞ്ഞ ആ ഒരു വാക്ക്, ആ വാക്ക് ഞാൻ പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന അവിടുന്ന് പോവാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈദ്യരെ സൂര്യയെ ചികിത്സിക്കാനായിട്ട് അവിടെ കിടത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ നന്നായി പരിശോധിക്കുന്നുണ്ട്. രാധികയാണ് സഹായമായിട്ട് നിൽക്കുന്നത്. കൽപ്പനയും വരുണും പിന്നെ വൈദ്യരുടെ ഒരു സഹായം ഉണ്ട് അവിടെ. അങ്ങനെ വൈദ്യരിങ്ങനെ കാലിൽ ഒരുപാട് ഭാഗത്ത് തൊട്ട് നോക്കുകയാണേ. ശേഷം രാധികയോട് പറയും, കുട്ടി ആ മരുന്നിങ് എടുത്തോളൂ. രാധിക എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും കൽപ്പന അത് എടുത്തുകൊണ്ട് പോകും. രാധികയ്ക്ക് അതിലൊന്നുമില്ല. അങ്ങനെ ശേഷം ആ മരുന്ന് വാങ്ങിച്ചിട്ട് വൈദ്യര് സൂര്യയുടെ 2 കാലിലും തേച്ച് പിടിപ്പിക്കുക. രാധിക ഇങ്ങനെ മരുന്നൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഈ സമയം കൽപ്പന പറയും, അതെ, സൂര്യയുടെ കാര്യത്തില് എന്നെക്കാൾ ഉത്സാഹം നിനക്ക് വേണ്ട കേട്ടോ, എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അങ്ങനെ തിരുമേനി വൈദ്യര് പറയും, ബാക്കിയുള്ള മരുന്നുകൂടി അരച്ചെടുക്കാം. കൽപ്പന പറയും, പറഞ്ഞത് കേട്ടില്ലേ, പെട്ടെന്ന് പോയി അരച്ചെടുത്തോണ്ട് വാ. ചെല്ല്, ഇപ്പൊ അരച്ചത് എടുത്തോണ്ട് വരാൻ എടുത്തി എന്ന് പറഞ്ഞ് രാധിക പോവാണേ. ഇതേ സമയം വരുണിനെ കൽപ്പന ഇങ്ങനെ രാധികയോട് കൽപ്പിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ റൂമിന് പുറത്താണെങ്കില് അമ്മയും മുത്തശ്ശിയും പ്രാർത്ഥനയോടെ നിൽക്കുക. രാധിക വന്നിട്ട് പറയും, കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ പ്രതീക്ഷ ഫലിക്കും, ധൈര്യമായിട്ട് ഇരുന്നോളൂ. അത് കേൾക്കുമ്പോ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രാധിക മരുന്ന് അരയ്ക്കാനായിട്ട് അവിടുന്ന് പോവാ. മുത്തശ്ശി പറയും, എന്തായാലും നന്നായി അല്ലേ, ഇങ്ങനൊരു കാര്യം നടക്കുമ്പോ ഇത്രയും ആത്മാർത്ഥതയുള്ള കുട്ടി കൂടെ ഉണ്ടാവുന്നത് തന്നെ ഭാഗ്യ. പറയാനുണ്ടോ അമ്മേ? സത്യം പറഞ്ഞ എന്റെ മനസ്സ് പറയുന്നത് എന്നും ഈ കുട്ടി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്നാ. അത് കേട്ട് വരുൺ വരും, ഉണ്ടാവും അമ്മ. അതില് മുത്തശ്ശി എന്ന് പറയുമ്പോ അമ്മ ആദ്യം ഞെട്ടിപ്പോകുന്നുണ്ട്. വരുൺ പറയും, അതല്ല, ഏട്ടന്റെ ചികിത്സ കഴിയുന്നത് വരെ രാധിക ഇവിടെ ഉണ്ടാവും, അതാ ഞാൻ ഉദ്ദേശിച്ചത്.
എന്ന് പറഞ്ഞതിന് ശേഷം വേഗം വരുണേ രാധിക പോയടത്തേക്ക് പോവുകയാണ്. അകത്താണെങ്കിൽ ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്. അതായത് ആ വൈദ്യര് മരുന്നുകളെല്ലാം കാലിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇതേ സമയം രാധിക അവിടെ അമ്മയുടെ അടുത്ത് പോയിട്ട് മരുന്നൊക്കെ അരയ്ക്കുക. അങ്ങനെ അരച്ചുകൊണ്ട് നിൽക്കുമ്പോ പെട്ടെന്ന് വരുണങ്ങ് മുന്നിൽ വന്ന് നിൽക്കും. പെട്ടെന്ന് വല്ലാത്തൊരു ഫീലില് രാധിക ചോദിക്കും, എന്താ? വരുൺ പറയും, അല്ല മരുന്ന് അരക്കണ്ടേ എന്ന് പറഞ്ഞ അവിടെയുള്ള ഇലയൊക്കെ എടുക്കും. രാധിക പറയും, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. വരുൺ പറയും, തനിച്ച് ചെയ്യണ്ട. രാധിക പറയും, അതെ ഇതെനിക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വരുൺ പറയും, അത് ഷെയർ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനും കൂടാം എന്ന് പറഞ്ഞ ഇലയൊക്കെ ഇങ്ങനെ എടുത്തിടുമ്പോ രാധിക അതെല്ലാം എടുത്തും പാത്രത്തിലേക്ക് തന്നെ മാറ്റും. ഇങ്ങനെ അരച്ചോണ്ടിരിക്കല്ലേ, രണ്ട് സൈഡിലും വരുണും കൈവയ്ക്കാണ് രാധികയുടെ കയ്യില്. രാധിക ആകെ പേടിക്കുന്നുണ്ട്. ചുറ്റിലും നോക്കും. കൈയെടുക്കാൻ നോക്കുമ്പോ വരുൺ അങ്ങ് മുറുകെ പിടിക്കണേ. അതെ പെട്ടെന്ന് വേണം, പെട്ടെന്ന് വേണമെങ്കിൽ വിടണം. വരുൺ പറയും, മാറില്ല, ദാ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കൈ അമർത്തി പിടിച്ചുകൊണ്ട് അമ്മിക്കല്ല് വെച്ച് ഇങ്ങനെ അരയ്ക്കാം. രാധികയ്ക്കാണെങ്കിൽ ആകെ ഒരു ചമ്മല്. പ്ലീസ് എന്ന് പറഞ്ഞിങ്ങനെ വേറെ നിവർത്തിയില്ലാണ്ട് കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. വരുൺ ഇങ്ങനെ അരയ്ക്കാ. നല്ല രസം. രാധികയ്ക്കും അല്ല ഈ മരുന്ന് ഇങ്ങനെ അരയുന്നത് കാണാനേ നല്ല രസമാ. രാധികയ്ക്ക് ഇത് കേൾക്കുമ്പോ അങ്ങ് ചിരി വരികയാണേ. വല്ലാണ്ട് നാണം വരും. ഇങ്ങനെ മുഖമൊക്കെ തിരിക്കുമ്പോ വരുൺ പറയും, കാണട്ടെ നോക്കട്ടെ. ആഹാ അപ്പൊ ചിരിച്ചല്ലോ, മഹാഭാഗ്യം. അപ്പോഴേ ഇനി എന്നും മരുന്ന് അരയ്ക്കുന്ന ഡ്യൂട്ടി നമുക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യാം. രാധിക പറയും, ഞാൻ മരുന്ന് അരക്കല് നിർത്തുക, നാളെ മുതൽ തനി അങ്ങ് അരച്ചു കൊടുത്താൽ മതി. വരുൺ പറയും, അത് പറ്റില്ല എന്ന് പറഞ്ഞ് സ്പീഡിലരയ്ക്കും. അതെ ചികിത്സ മാത്രം പോരാ, പ്രാർത്ഥനയും വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഏറ്റവും നന്നായി ചികിത്സിക്കാൻ അറിയുന്ന ആള് തന്നെ വേണ്ടേ പ്രാർത്ഥിക്കാൻ. രാധിക ഷോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതൊക്കെ വരുണിങ്ങനെ ശ്രദ്ധിക്കാം. ഏട്ടൻ എഴുന്നേറ്റ് നടക്കണം, ഒപ്പം ഒന്നിച്ച് നടക്കാൻ എനിക്കും നിനക്കും പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറക്കിയ അവര് രണ്ടുപേരും. രാധിക പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും രാധികയും എൻജോയ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരിക്കും വരുൺ എന്ന് വിളിച്ചുകൊണ്ടുള്ള ശബ്ദം കേൾക്കുന്നത്. പ്രിയങ്കയുടെ ശബ്ദം കേൾക്കുന്നതും വരുൺ എന്ത് ചെയ്യണം എന്നറിയേണ്ടി നിൽക്കും. ശേഷം ഒരൊറ്റ എടുത്ത് ചാട്ടാണേ. അതായത് അതിന്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞ് സ്റ്റെയർ ഉണ്ട്. ഈ മരുന്നിലെ കുറച്ച് ഇലകളൊക്കെ എടുക്കുന്നുണ്ട്. വരുൺ അവിടെ താഴ്ന്നിരിക്കും. അപ്പോ പ്രിയങ്ക അങ്ങോട്ട് വരും. പ്രിയങ്ക കണ്ടിട്ടില്ല വരുൺ പോയത്. ചേച്ചി വരുൺ ഇങ്ങോട്ട് വന്നായിരുന്നോ? രാധിക ആകെ പേടിക്കും. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ വിറച്ച് നിൽക്കണേ. പ്രിയങ്കയുടെ കയ്യിലെ ജ്യൂസ് ഉണ്ട്. അപ്പോഴായിരിക്കും വരുൺ വരുന്നത്. ദാ ഇവിടെ ഉണ്ട് രാധിക, ഇതല്ലേ ആ മൂക്കുത്തി എന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്ന് കൊടുക്കും. രാധിക പറയും, അതെ. വരുൺ പ്രിയങ്കയോട് പറയും, താഴെ വീണ മരുന്ന് എടുത്തു കൊടുക്കാൻ നിന്നതായിരുന്നു. പ്രിയങ്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വരുൺ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? വരുൺ ഈ ജ്യൂസ് കുടിച്ചേ. രാധിക അങ്ങ് ഞെട്ടിപ്പോകും. വരുണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നിൽക്കുമ്പോ കുടിക്ക് എന്ന് പറഞ്ഞേ വരുണിനെ രാധികയുടെ മുന്നിൽ വെച്ച് പ്രിയങ്ക ചേർത്ത് പിടിക്കുക. രാധികയ്ക്ക് സഹിക്കുന്നില്ല. വരുൺ കുടിക്കേ എന്ന് പറഞ്ഞ് കൈ വിടാതെ പിടിക്കണേ. വരുൺ അങ്ങ് വാങ്ങിക്കുന്നില്ല. പ്രിയങ്ക പറയും, ചേച്ചി ഇനി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിലേ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ, വെറുതെ വരുണിനെ ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ, വാ വരുൺ എന്ന് പറഞ്ഞ് രാധികയുടെ മുന്നിൽ നിന്ന് പ്രിയങ്കയെ വിളിച്ചോണ്ട് പോവാണ് വരുണിനെ. രാധികയ്ക്ക് വിഷമാവുന്നുണ്ട്. എന്നാ രാധിക നോക്കുമ്പോ പ്രിയങ്കയുടെ കൂടെ പോകുന്നുണ്ടെങ്കിലും പോകാൻ നേരത്ത് പ്രിയങ്ക അറിയാതെ രാധികയ്ക്കൊരു ഫ്ലൈങ് കിസ് കൊടുക്കണേ. രാധിക അങ്ങ് ഷോക്കായി പോവും. രാധികയാണെങ്കിൽ അത് ശരിക്കും കിട്ടിയതുപോലെ ഉള്ള ഒരു ഫീലിങ്സിലാണ് അവിടെ നിൽക്കുന്നത്. ആകെ ചമ്മലും നാണൊക്കെ. അങ്ങനെ മരുന്ന് അരച്ചുകൊണ്ട് അവിടെ നിൽക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ഭാഗമാണ്. അതില് ഐശ്വര്യ കുറച്ച് ആൾക്കാരോട് സംസാരിക്കുക. നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായില്ലേ? അവര് പറയും, പ്രോപ്പർട്ടി ഒക്കെ ഇഷ്ടമായി മാഡം, എത്രയും പെട്ടെന്ന് ഡീല് നടത്താൻ അവര് തയ്യാറാ. പക്ഷെ വിലയുടെ കാര്യത്തില് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സെന്റിന് 10 ലക്ഷം എന്ന് പറയുന്നത് ആ ഏരിയയിൽ കുറച്ച് കൂടുതൽ. 9 ലക്ഷത്തിനാണെങ്കിൽ അവർ തയ്യാറാണ്. ഐശ്വര്യ പറയും, നിങ്ങൾ ബ്രോക്കർമാരുടെ സൂത്രമൊക്കെ എനിക്കറിയാം. 9 വാങ്ങിച്ചു കൊടുത്താൽ ജഗദീഷിന് എന്താ ലാഭം? അയ്യോ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല മാഡം, പിന്നെ എനിക്ക് എന്റെ കമ്മീഷൻ കിട്ടും. ശരി, തൽക്കാലം ഞാൻ ജഗദീഷിനെ വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ കച്ചവടം ഉറപ്പിക്കാം. താങ്ക്സ് മാഡം. എങ്കിൽ പിന്നെ ഞാൻ അഡ്വാൻസിന്റെ കാര്യം മൂവ് ചെയ്യാം. ആയിക്കോട്ടെ, ജഗദീഷ് പോയിക്കോളൂ. പോയി കഴിഞ്ഞാല് മാലതിക്കും ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു വിൽപ്പനയൊക്കെ വേണ്ടി വന്നോ? മാലതിക്കും ഇത് ശ്യാമ മാഡത്തിന് അറിയോ? ശ്യാമ മാഡം അറിഞ്ഞിട്ടില്ല, അറിയിക്കണം. ശ്യാമയെ ഇത് അറിയിക്കേണ്ടത് മാലതിയ. സത്യത്തിലിപ്പോ ആ ഭൂമി വിൽക്കേണ്ട ഒരാവശ്യമില്ല. എന്റെ ആവശ്യം ഞാൻ ഇങ്ങനൊരു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നു എന്ന് ശ്യാമയെ അറിയിക്കാന്നുള്ളതാ. മാലതി വരും, എനിക്ക് മനസ്സിലായില്ല മാഡം. പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം ശ്യാമ എനിക്ക് വിട്ടു തന്നതാ. പക്ഷെ ആ അധികാരത്തിൽ ഒരു ക്ലോസ് ഉണ്ട്. ശ്യാമയുടെ മകളെ കണ്ടെത്തുകയോ കണ്ടെത്തിയ മകൾക്ക് 18 വയസ്സ് തികയുകയോ ചെയ്താൽ എനിക്ക് പിന്നെ ശ്യാമയുടെ സമ്പത്തിൽ ഒരു അധികാരവും ഇല്ല. ആ നിലയ്ക്ക് ഇങ്ങനൊരു വിൽപ്പനയ്ക്ക് ഞാൻ ശ്രമിക്കുമ്പോൾ
മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശ്യാമ അത് തടയില്ലേ? തീർച്ചയായിട്ടും തടയും. ശ്യാമയുടെ തടസ്സത്തിന് ബലമുണ്ടെങ്കിൽ അതിനർത്ഥം ശ്യാമയ്ക്ക് ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമെന്നാണ്. മാലിനിക്ക് എന്ത് തോന്നുന്നു? മാലതി പറയും, ഞാൻ ഇത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല മാഡം. എന്തായാലും മാഡത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഐശ്വര്യ പറയും, ശ്യാമയുടെ മകളെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ എനിക്ക് വേറൊരു പെൺകുട്ടിയല്ലത്, എന്റെ എക്കാലത്തെയും ശത്രുവാ. അവളെ എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. മാലിനി എത്രയും പെട്ടെന്ന് ഇത് ശ്യാമയെ അറിയിക്കണം. എന്നിട്ട് ശ്യാമയുടെ റിയാക്ഷൻ അതെന്നെ അറിയിക്കണം. യെസ് മാഡം. ഐശ്വര്യ പറയും, ഞാൻ ഈ വെക്കുന്ന കെണിയിലെ ശ്യാമ വീണിരിക്കും, അതെനിക്ക് ഉറപ്പാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്താണ്. അവിടെ കൽപ്പന ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഏതോ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കണേ. സൂര്യ തൊട്ടടുത്ത് കിടക്കുന്നുണ്ടെങ്കിലും അടുത്തേക്ക് ചെല്ലുന്നൊന്നുമില്ല. പാട്ടിൽ ലയിച്ചിരിക്കുകയാണ് കൽപ്പന. സൂര്യക്ക് വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട്. കൽപ്പനയെ ആദ്യം വിളിക്കാൻ നിൽക്കുന്നില്ല. ശേഷം പിന്നെ തൊണ്ട വരളുന്ന പോലെ തോന്നുമ്പോ കൽപ്പന കൽപ്പന എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും കൽപ്പന ഹൈ വോളിയത്തിൽ ഇങ്ങനെ പാട്ട് കേൾക്കുക. അപ്പോ സൂര്യ നോക്കുമ്പോ വെള്ളം തൊട്ടടുത്തുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റാത്ത അത്രയും അകലത്തിലാണ് നിൽക്കുന്നതെന്നുള്ളൂ. പിന്നെയും വിളിക്കും കൽപ്പനയെ. ശേഷം ഇനി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് പതിയെ ഇങ്ങനെ കാലിന്റെ ഭാഗമല്ലേ നീക്കാൻ പറ്റാത്തത്, നീങ്ങിയിട്ട് ആ വെള്ളം എടുക്കാൻ ശ്രമിക്കുമ്പോ സൂര്യ അങ്ങ് താഴേക്ക് വീഴും. പെട്ടെന്നായിരിക്കും മരുന്ന് അരച്ചു വരുന്ന രാധിക ഇത് കാണുന്നത്. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് കയ്യിലുള്ള മരുന്നെല്ലാം അവിടെ വെച്ച് സൂര്യയെ രാധിക തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും ആ കട്ടിലേക്ക് കിടത്താനൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഇത് പെട്ടെന്ന് കൽപ്പന കാണും. കൽപ്പന ഇങ്ങനെ ഞെട്ടിലോടെ നിൽക്കുക. രാധികയ്ക്കും എന്താ ഏട്ടാ ഈ കാണിക്കുന്നത്? സൂര്യ പറയും, ഞാൻ വെള്ളം എടുക്കാൻ. രാധിക പറയും, എന്തെങ്കിലും വേണമെങ്കിൽ ഏട്ടത്തിയോട് പറഞ്ഞാ പോരെ, അല്ലെങ്കിൽ എന്നെ വിളിച്ചൂടെ? സൂര്യ പറയും, ഞാൻ 1-2 തവണ വിളിച്ചു, കൽപ്പന കേട്ടില്ല. കൽപ്പനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കായിരുന്നു. സൂര്യ പറയും, അത് സാരമില്ല കൽപ്പന, ഇപ്പൊ നടക്കുന്ന ചികിത്സയില് രാധികയ്ക്ക് വിശ്വാസമുണ്ടോ? രാധിക പറയും, എനിക്ക് വിശ്വാസമുണ്ടോ അല്ലയോന്നല്ല, ഏട്ടനാദ്യം ഇതിലൊക്കെ വിശ്വസിക്കേ, എന്നാലേ ഇതൊക്കെ ഫലിക്കൂ. അതിനൊരു കാര്യം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം രാധിക മരുന്നരച്ചു വരുമ്പോ രാധികയുടെ കയ്യിലുള്ളതുപോലെ ഒരു ഉണ്ണികൃഷ്ണന്റെ കുഞ്ഞു വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സൂര്യക്ക് കൊടുക്കണേ. ഇതൊന്നും കൽപ്പനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സൂര്യ 2 കൈ നീട്ടി സ്വീകരിക്കും. രാധിക പറയും, ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നതാ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിനോടാ പറയാ, അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഏട്ടൻ എന്തെങ്കിലും പേടിയോ ചികിത്സയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടാക്കുകയോ ചെയ്താ ഇത് കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാ മതി. താങ്ക്സ് രാധിക. അപ്പോ രാധിക പറയും, ഞങ്ങളെ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തും അല്ല ഏട്ടത്തി? ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴും കൽപ്പനയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. കൽപ്പന ദേഷ്യത്തോടു കൂടെ ഇങ്ങനെ മുഖം കാണിക്കുന്നുണ്ടെങ്കിലും ചെറുതായിട്ട് ചിരിച്ചൊക്കെ തൽക്കാലം അവരുടെ മുന്നിൽ നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് ഐശ്വര്യയുടെ പ്ലാന് പോലെ തന്നെ മാലതി വന്ന് ശ്യാമയോട് പറയണേ. ശ്യാമ പറയും, ഈ കച്ചവടം നടക്കില്ല, ഇതെന്നല്ല എന്റെ പേരിലുള്ള ഒരു സ്വത്തും ഞാൻ അറിയാതെ മറ്റൊരാൾക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരമില്ല. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഐശ്വര്യയെ വിളിച്ചു പറയണ മാലതി. ഐശ്വര്യ പറയും, അപ്പോ ശത്രു വെളിച്ചത്ത് വന്നു കഴിഞ്ഞു. ശ്യാമയുടെ ജീവിതത്തിലെ ഇനിയും കൊലപാതകങ്ങൾ കാണാനുള്ള ഭാഗ്യമുണ്ട് അല്ല മാഡം എന്ന് വയ്ക്കുമ്പോ ഐശ്വര്യ ഉദ്ദേശിച്ചത് രാധികയെ കൊല്ലുന്നുള്ള കാര്യമാണ്. പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് കണിമംഗലത്തെ രാധികയാണ് സൂര്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് സൂര്യയെ പുറത്തോടെ ഇങ്ങനെ കാഴ്ചകൾ കാണാനും അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് രാധിക. ഈ കാഴ്ച കാണുന്ന പ്രിയങ്ക എരിപിരി കയറ്റി കൽപ്പനയോട് പറഞ്ഞു കൊടുക്കണേ. ഇത് കേൾക്കുന്നതും കൽപ്പനയും ഉർവശിയും കൂടി വന്ന് കാണും. ഇത് നേരെ കൽപ്പന ചെന്ന് അച്ഛന്റെ അടുത്ത് പറയണേ, പരമേശ്വരന്റെ അടുത്ത്. എന്നിട്ട് അച്ഛനെയും അമ്മയൊക്കെ കൂട്ടി വരും. ഇത് കാണുന്ന അച്ഛനെ രാധിക നല്ലതാണ് ചെയ്യുന്നതെങ്കിലും കൽപ്പന മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിലാണ് അച്ഛൻ പെരുമാറുന്നത്. അതായത് ഈ കാര്യത്തിലെ സൂര്യയുടെ കാര്യത്തിലെ കുട്ടി തലയിടാൻ നോക്കണ്ട. ഈ ഒരു കാര്യമാണെങ്കിൽ രാധികയെ വല്ലാണ്ടങ്ങ് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്